ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പെട്ടെന്ന് ഇൻട്രോ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. ഞങ്ങളത്തെ പരിപാടി എന്താണെന്നറിയോ? നൈറ്റ് ഫിഷിങ്ങിന് പോവുകയാണ്. മീൻ കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഓൾറെഡി ലേറ്റാണ്, ഞങ്ങൾ ഇറങ്ങുവാണ്. ഞാനും വാപ്പയും സലാൻ്റെ വാപ്പയും ആണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പോയിട്ട് പോയിട്ടല്ലോ. അപ്പോൾ യെസ്, ഇറങ്ങട്ടെ. ലേറ്റ് ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാം. അതെ, കുറച്ച് ദൂരെ ഇറങ്ങി നടക്കണം. കടല് അതൊക്കെ അവിടെ 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 ഇഷ്ടം പോലെ ഞണ്ട്. അത് നമ്മളെ ചവിട്ട. ഓക്കെ, കുറച്ച് നടക്കണം ഇവിടുന്ന്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വല വിട്ട് വരുന്നതാ. ഇറങ്ങുവാണ് കേട്ടോ. കാണാൻ പറ്റുമെന്നറിയില്ല, കാണാൻ പറ്റില്ല. ലൈറ്റ് വിടാൻ പാടില്ല എന്നുണ്ട് കേട്ടോ. അപ്പൊ മീൻ കിട്ടില്ല. കുടുങ്ങിയ മീനൊക്കെ അറച്ചു പോകുന്നു. ഈ ഒരു ചെറിയ കുഞ്ഞു കിട്ടുന്നുണ്ട്. കുറച്ച് മീനൊക്കെ കിട്ടുന്നു. നോക്കാം. ആദ്യത്തെ വലയാണ്, കിട്ടുമോ നോക്കാത്ത. കഴിയുക. ഹായ്, ചെമ്മീൻ ചെമ്മീൻ. അത് കളയരുത് പ്ലീസ്. ഇത് പിന്നെ അതിനുള്ളൊരു പിങ്ക് മീനുണ്ട്. അയ്യോ അയ്യോ, തുള്ളിപ്പ. മീനും അങ്ങനെ കുടുങ്ങാത്തൊരു ടൈപ്പല്ലോ. റാവ് കിട്ടിയാ മതി. അതിന് ഓ, അവന്റെ കൈ ശ്രദ്ധിച്ചു. നടക്കണം കേട്ടോ. ഓ മൈ ഗോഡ്, നടക്കുന്നത് കുറച്ച് പണിയാണ്. അപ്പോൾ അവര് കടലിലിറങ്ങി അടുത്തത് വരെ കയറ്റാൻ പോകുന്നത് അടുത്ത സ്ഥലത്തേക്ക്. അതുവരെ കുറച്ച് ദൂരം നടക്കണം. പോകുന്നു. ഉള്ളിരുട്ട്. പേരിട്ട് അനകം പറ്റും. അനകം ഓടിക്കണ വലിയ ഇവിടെ പ്ലാസ്റ്റിക് കവറുകളാണ്. ഓ, നമ്മുടെ ഇവിടെ രാത്രി വലയിടാൻ പോകുമ്പോൾ ലോ ടൈഡിൻ്റെ സമയത്തൊക്കെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ലോ ടൈഡ് മാറി ഹൈ ടൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വലയിടാൻ പോകുന്നത്.
അപ്പോൾ വലയിടാൻ പോകുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും വലയിട്ടിട്ട് അവിടെ നിന്ന് മീനിനെ ഇങ്ങനെ ആട്ടി ഓടിക്കും. എന്നിട്ട് അതിൽ കുടുങ്ങുന്ന മീനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കവറും കൊണ്ട് മീൻ കിട്ടിയാൽ ഇടാനുള്ള കവറും കൊണ്ട് ഞാൻ ബീച്ചിൽ നിൽക്കും. ഇവർ ഒരു ദൂരം വരെ പോയിട്ട് ബീച്ചിലേക്ക് വരും. എന്താണെന്ന് മനസ്സിലായോ? കക്ക കക്ക കുറേ ഉണ്ട്. കക്ക ഓപ്പണായിട്ടിരിക്കും. എനിക്കിവിടെ ഒരു സ്ഥലം കിട്ടി, പിന്നെ എനിക്കും ഇവിടെ പെട്ടെന്ന് എന്തോ കുടുങ്ങിയെന്ന് തോന്നും കേട്ടോ. ഉള്ള സമയത്തൊക്കെ ഇപ്പം നാട്ടിൽ വലിയ കടലമ്മയുടെ ശല്യം ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ടോർച്ച് കൊണ്ടുപോയിട്ട് അത് നോക്കുവാണ്. എനിക്കൊരു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കരയിലാണ് ഇരിക്കുന്നത്. ഇത് ആമ കുടുങ്ങിയതാന്ന് തോന്നുന്നു. എവിടെ എവിടെ എവിടെയാ അയ്യോ ഇല്ലല്ലേ ഉള്ളൂ. അയ്യോ അപ്പുറത്തെ ഒരു കല്ലുണ്ട്. ആര്? ആമയാ? അപ്പൊ ഇത് കുട്ടി വിട്ടു. വീട് പൊടിച്ചു കൊടുത്തു. ആള് പോയി. വല വല ഒന്നുകി ഞങ്ങളുടെ ഇവിടെ ഞണ്ടാരും കറി വെച്ച് കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും പിടിക്കാറില്ല ഇതിന്. അത്യാവശ്യം നല്ല രീതിയിൽ വലയിട്ടുമ്പോൾ കിട്ടാറുണ്ട്. കണ്ട കല്ലായിട്ടില്ല തോന്നാൻ. അതിനെ കടലൊക്കെ ഇട്ടോട്ട് അവിടെ ഉണ്ടാ കുറെ ബണ്ണങ്ങള്. ഈഗ ഇതാ. ഹായ് ഹായ്. ഈഗ വന്നിട്ട് കേക്കൊക്കെ ഫ്രണ്ട് വന്നെ എന്നെ കുത്തിയതാ. ഇത് കുത്തിയതാ. അയ്യോ. ഈ മീനിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ശുന്ത് എന്നാണ്. അപ്പോൾ ഇത് കാണാം, ബീച്ചിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും, ആരെങ്കിലും എടുത്തറിയുന്നതൊക്കെ. വല്ലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇളകി പോകാൻ. കാര്യം മുള്ളം പന്നീനെ പോലെ അതിൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ മുള്ളാണ്. പിന്നെ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് വന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുടുങ്ങിയത് മൊത്തം ഇതായിരുന്നു. ഞാൻ ആ വീഡിയോ കൂടി ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ അങ്ങോട്ട് രക്തം കാണ്ടാവും. അതിലെ ബീനായിക്കോന്ന് പുറത്തൊക്കെ
ഓനെ നമ്മ കടലൊക്കെ വിട്ടിട്ട് പാവാം. അങ്ങനെ ഊതി തന്നെ ഉണ്ടാക്കുന്നത്? ഇല്ല ഇല്ല, കടലൊക്കെ വിട്ടേ കൂടിട്ട്. അയ്യോ അല്ലേ പോയി തണ്ണി കുടിച്ചേ. പാവല്ലേ. അയ്യോ ഇപ്പൊ കടലൊക്കെ വിട്ടുട്ടെ റാഷി. ഒന്ന് മെല്ലെ കടലൊക്കെ വിടുങ്ങ. അതന്നെ ഓടി അങ്ങ് പോയി. ഓഹോ അല്ല നമ്മൾ അടുത്ത വിളക്കും വരും. വരാ ഹെലികോപ്റ്റർ. നമ്മക്കൊരു ടൈം പാസ് ആയിപ്പോയത്. കണ്ടി ഓൻ ചത്തു ചെയ്ത്. ആ പോയി പോയത്. അത് ഇപ്പൊ അവിടെ കാറ്റ് വീഴണേ. പോകുന്നുണ്ട്. അല്ല ഇത്ര കടൽ പോരില്ലായിട്ട് ഓനാ കാറ്റ് പോക്കില്ലേ. കാറ്റ് പോയില്ല. കാറ്റ് പോകാനും പറക്കാൻ കഴിയും. ഫസ്റ്റ് ക്ലാസ് ആ ലൈറ്റ് ഓഫ് ആക്കിയാലും ഓൻ പിടച്ച്. ആ ഒരാഴ്ചക്ക് ലൈറ്റ് ഇത് പോയിപ്പോയത്. ഫൈനലി പോവുകയാണ് കഴിച്ചു. എന്നത് പുണൂതിയ. ഓ അവിടെ കാണില്ലേ കുടുങ്ങുണ്ട്. അങ്ങനെ അത്യാവശ്യം മീനൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഹൈ ടൈഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിപ്പോൾ പോവുകയാണ്. അപ്പോഴാണ് അത് ഈ പൈപ്പ് കണ്ടത്. ഇത് ഡീസാലിനേഷൻ പ്ലാന്റിന്റെ പൈപ്പാണ്. ഇത് കടൽ വെള്ളം എടുക്കാനുള്ള പൈപ്പാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വല ഇടാമെന്ന് തീരുമാനിച്ചിട്ട് ഇട്ടപ്പോൾ കിട്ടിയ മീനാണ് ഇതിനെ ശരിക്കും പറയുന്നത് ലയൺ ഫിഷ് എന്നാണ്. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ലോക്കലി ഇത് നമ്മൾ പറയുന്നത് ശേട്ടശമം എന്ന് പറഞ്ഞിട്ടാണ്. അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മീനാണ്. ഇത് കഴിക്കില്ല പിടിക്കില്ല. ഇത് വന്ന് നമ്മളെ കുത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിന്റെ മുള്ളെത്തിക്കഴിഞ്ഞാലോ നല്ല മുറിവായിരിക്കും. ആ മുറിവാണെങ്കിൽ കുറേ നാളെടുക്കും ഉണങ്ങാൻ. അത് തന്നെ വേറെ രീതിയിൽ ഇൻഫെക്ഷനും ആവും. അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷേങ്കിൽ ഇത് നമ്മളിപ്പോൾ സ്നോർക്കലിങ്ങിന് പോകുമ്പോൾ ഒക്കെ കാണാൻ പറ്റും. ഇത് ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ. അതിൻ്റെ ഒരു മൊത്തം ഇതിൻ്റെ മുള്ളും ഇതൊക്കെ വിടർത്തി നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കടലിൻ്റെ അടിയിൽ നിന്ന്. നിങ്ങൾ പറഞ്ഞിട്ട് ഇതിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം നമുക്ക് കാര്യപ്പെട്ട മീൻ കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. ഒരു മാതിരി മീനാണ് കിട്ടിയത് മൊത്തത്തിൽ. നിങ്ങൾ കണ്ടില്ലേ, ഒരു പിങ്ക് കളറ് മീൻ. അതാണെങ്കിൽ ഒടുക്കത്ത് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഭയങ്കര ഹാർഡാണ്.
അപ്പോൾ നല്ല റിസ്ക്കാണ്. എന്തായാലും തിരിച്ചു പോവുകയാണ്. അതിന് വേണ്ടിയാണ് വല വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തിരിച്ചു പോകാമെന്ന് വെച്ചു. തിരിച്ചു പോകാമെന്ന് വെച്ചാൽ ഇപ്പം മടക്കം ആയി എന്ന് പറയും. മടക്കം ആയി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, ഹൈ ടൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഹൈ ടൈഡ് ആയി ഓൾമോസ്റ്റ്. അപ്പോൾ മീനൊന്നും കിട്ടാണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഈ വലയൊക്കെ വിരിച്ചിട്ട് അതിലെന്തെങ്കിലും വേസ്റ്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് തിരിച്ച് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മീൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.